അപ്പൊ ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താ? എ സ്ക്വയർ പ്രിസം, സ്ക്വയർ പ്രിസമാണ്, സ്ക്വയർ പ്രിസമാണ് ഹാവിംഗ് ബേസ് സൈഡ് 40 mm, ബേസ് 40 ആണ്, ഹൈറ്റ് 60 ആണ്, ആക്സിസ് ഈസ് 60 mm. Rest on its base on the HP. സ്ക്വയർ HP ആണ്, such that one of the vertical faces, ഒരു vertical face makes an angle of 30 degrees with VP. ഒരു വെർട്ടിക്കൽ ഫേസ് VP ആയിട്ട് 30 ഡിഗ്രി ആണെങ്കിൽ ആ ഒരു എഡ്ജ് എന്തായിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും വിത്ത് VP അല്ലെ? അപ്പൊ ഞാൻ അതിന്റെ സിമ്പിൾ പൊസിഷൻ വരക്കുകയാണെങ്കിൽ എങ്ങനെ വരും? ഒരു വെർട്ടിക്കൽ എഡ്ജ് VP ആയിട്ട് 30 ഡിഗ്രി ആണെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിനെ ബേസ് ചെയ്തിട്ട് ഞാൻ ആ സ്ക്വയർ കംപ്ലീറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോ ഈ ആംഗിൾ ഏത് ആംഗിളാ? 30 ഡിഗ്രി. ഒരു ബേസ് എഡ്ജ് 30 ഡിഗ്രി എന്ന് പറഞ്ഞത് അല്ലേ? അപ്പൊ ഞാൻ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ളത് ഈ ബേസ് എഡ്ജ് ഞാൻ 30 ഡിഗ്രി ആക്കിയിട്ട് വരച്ചിട്ട് പിന്നെ സ്ക്വയർ വരച്ചാൽ മതി. സ്ക്വയറിന്റെ സൈസ് എത്രയാണെന്നാ പറഞ്ഞിട്ടുള്ളത്? 40 mm ആണ്. അപ്പൊ അതിന്റെ കറസ്പോണ്ടിങ് ഫ്രണ്ട് വ്യൂ വരക്കുമ്പോഴും എന്ത് ചെയ്യണം? നമ്മൾ ശ്രദ്ധിക്കണം. അതിന്റെ കറസ്പോണ്ടിങ് ഫ്രണ്ട് വ്യൂ വരക്കണടുത്ത് ഇങ്ങനെ വരച്ച് വെക്കുക. ഓക്കെ, അത് ഞാൻ കുറച്ച് കട്ടിയിൽ വരക്കാൻ മനസ്സിലാവാൻ വേണ്ടിയിട്ട് അതിന്റെ ഹൈറ്റ് എത്ര തന്നിട്ടുണ്ട് ആ ഹൈറ്റ് അനുസരിച്ചിട്ട് തന്നെ ആദ്യമേ കയറി വരച്ചു വെക്കുക. ഓക്കെ, ഞാൻ ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണ് വരച്ചിട്ടുള്ളത്. അതെന്താ വെച്ചാല് മുന്നിൽ നിന്ന് നോക്കുന്ന നേരത്ത് ഫ്രണ്ട് വ്യൂവില് ഈ എഡ്ജ് കാണാം, ഈ എഡ്ജ് കാണാം, ഈ എഡ്ജ് കാണാം. ഈ എഡ്ജ് എന്ത് ചെയ്യില്ല, എനിക്ക് കാണാൻ കഴിയില്ല, അത് ബാക്കിലാണ്. അതുകൊണ്ടാണ് അതിന് ഞാൻ ഡാഷ്ഡ് ലൈൻസ് ആയിട്ട് കാണിച്ചിട്ടുള്ളത്. ഇതിന്റെ പേര് ഇതിന്റെ പേര് ABCD. ഓക്കെ, അപ്പൊ ഇത് A' D' ബ്രാക്കറ്റില്, ഇവിടെ B', ഇവിടെ C'. ഓക്കെ, അത് ഡോട്ടഡ് ലൈന് ബാക്കിലാണ്. അതേ നെയിമിങ് തന്നെ താഴെ എന്നുള്ള അർത്ഥത്തിലാട്ടോ നമ്മൾ അങ്ങനെയാണല്ലോ സ്ഥിരം ചെയ്യുന്നത്. ഓക്കെ, ഇനി പറയുന്നത് വെർട്ടിക്കൽ ഫേസ്. ഒരു സെക്ഷൻ പ്ലെയിനെ കുറിച്ച് ഇനി പറയാണ്. സെക്ഷൻ പ്ലെയിന് VPക്ക് പെർപെൻഡിക്കുലർ ആണ് പോലും. VPക്ക് പെർപെൻഡിക്കുലർ നമ്മളെല്ലാം ചെയ്യുന്നത് അതാണ്. HPക്ക് 45 ഡിഗ്രിയാണ്, HPക്ക് 45 ഡിഗ്രി ഇൻക്ലൈൻഡും ആണ്. ആൻഡ് പാസിംഗ് ത്രൂ ദി ആക്സിസ് അറ്റ് എ പോയിന്റ് 20 mm ഫ്രം ഇറ്റ്സ് ടോപ്പ് എൻഡ്. ആക്സിസ് വരക്കണം അല്ലേ? ഈ സ്ക്വയർ പ്രിസത്തിന്റെ ആക്സിസ് വരക്കുക എന്ന് പറഞ്ഞാല് അതിന്റെ സെന്റർ കാണാൻ ആദ്യം അതിന്റെ രണ്ട് ഓപ്പോസിറ്റ് കോർണേഴ്സ് ജോയിൻ ചെയ്യുക. അപ്പൊ അതിന്റെ എന്ത് കിട്ടും? സെന്റർ എനിക്ക് കിട്ടി. ഈ സെന്റർ കൂടി ആയിരിക്കും അതിന്റെ ആക്സിസ് ലൈന് വരിക. ഓക്കെ, അപ്പൊ ആക്സിസ് എങ്ങനെ നമ്മൾ കാണിക്കുക? ആക്സിസ് കാണിക്കുമ്പോൾ വലിയൊരു ലൈൻ, പിന്നെ ചെറിയ ലൈൻ, വലിയൊരു ലൈൻ, ചെറിയ ലൈൻ, വലിയൊരു ലൈൻ, പിന്നെ ചെറിയ ലൈൻ കാണിക്കാൻ സ്ഥലമില്ല. അപ്പൊ ഈ ആക്സിസിൽ അതിന്റെ ടോപ്പിൽ നിന്ന് 20 mm താഴെ, ഇപ്പൊ മൊത്തം ഹൈറ്റ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എത്രയാ? 60 ആണ് അല്ലെ? അപ്പൊ 20 mm എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇവിടെ വരും. ആ 20 mm കൂടിയാണ് 45 ഡിഗ്രിയിൽ സെക്ഷണൽ ലൈന് പോകുന്നത്. അപ്പൊ 45 ഡിഗ്രിയിൽ സെക്ഷണൽ ലൈന് പറഞ്ഞാൽ ഇതാണെന്ന് നമുക്ക് തൽക്കാലം കരുതാം. VPക്ക് പെർപെൻഡിക്കുലർ ആണ്. സോ ദിസ് ഈസ് VT. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ ആരോവും വരും. ഓക്കെ, അപ്പൊ കട്ട് ചെയ്യുന്ന ഇത് നമ്മളോട് സെക്ഷൻ കാണാനായിരിക്കും, ഡ്രോ ദ ഫ്രണ്ട് വ്യൂ. ഓക്കെ, അപ്പൊ നമുക്ക് കട്ട് ചെയ്യുന്ന പോയിന്റുകൾ എങ്ങനെയാ കാണുക? മുകളിൽ ഇവിടെ കട്ട് ചെയ്യുന്നുണ്ട്, പിന്നെ എഡ്ജിന് ഇവിടെ ബാക്കത്തെ എഡ്ജിന് ഇവിടെ കട്ട് ചെയ്യുന്നുണ്ട്, ഇവിടെ എഡ്ജിനെ കട്ട് ചെയ്യുന്നുണ്ട്, ഇവിടെയും എഡ്ജിനെ കട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ C പറഞ്ഞ എഡ്ജിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് 1 ആണ്. അപ്പൊ ടോപ്പ് എന്ന് നോക്കുമ്പോൾ ഇത് തന്നെയാണ് കട്ടിങ് പോയിന്റ് 1. പിന്നെ B എന്ന് പറയുന്ന കട്ടിങ് പോയിന്റ് ഇവിടെ കട്ട് ചെയ്യുന്നുണ്ട്, B2. അപ്പൊ മുകളിൽ Bനെ കട്ട് ചെയ്യാൻ 2. പിന്നെ Dനെ കട്ട് ചെയ്യുന്നുണ്ട് 3. അപ്പൊ ഇത് തന്നെയാണ് 3. സോ ഇതൊക്കെ 1', 2', 3' ഫ്രണ്ട് വ്യൂ ആയതുകൊണ്ട്. പിന്നെ കട്ട് ചെയ്യണത് ഇവിടെ കട്ട് ചെയ്യണത്. ഇവിടെ ഏതൊക്കെ പോയിന്റ്സിലാണ് കട്ട് ചെയ്യണത്? ഇവിടെ ബാക്കിലുള്ള A
ഇങ്ങനെ കട്ട് ചെയ്ത് പോകുമ്പോൾ ബാക്കിലുള്ള എ ഡീനെ കട്ട് ചെയ്യുന്നുണ്ട്, അതേപോലെ മുന്നിലുള്ള എ ബിനെയും കട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പൊ 2 കട്ടിങ് പോയിന്റ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? 4' ആൻഡ് 5'. 4', 5' ബ്രാക്കറ്റിൽ ഇടുക, അതായത് 5' ബാക്കിലാണുള്ളത്. അപ്പൊ ഞാൻ കട്ടിങ് പോയിന്റ് എടുക്കുമ്പോൾ ഈ കട്ടിങ് പോയിന്റ് ഞാൻ കട്ടിങ് പോയിന്റ് എടുക്കുമ്പോൾ 4ൽ നിന്ന് നേരെ താഴെ ഇങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതായിരിക്കും കട്ടിങ് പോയിന്റ്. അപ്പൊ എവിടെയാ കട്ട് ചെയ്യുന്നത്? എ ഡീനെ കട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അത് കട്ട് ചെയ്യണത് ഇവിടെയാണ്. എ ഡി ബാക്കിലായതുകൊണ്ട് ബാക്കിലുള്ള പേര് 5 ആണ്, എ ബി മുമ്പിലാണ്, ഇതാണ് 4. അപ്പൊ കട്ടിങ് പോയിന്റ്സ് കിട്ടിയില്ലേ? കട്ടിങ് പോയിന്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ കട്ടിങ് പോയിന്റ്സുകളിനെ നമ്മൾ ജോയിൻ ചെയ്യുക. ആ കട്ടിങ് പോയിന്റ്സ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഹാച്ചിങ് ലൈൻസ് വരച്ചിരിക്കുക. അതായത് ആ സോളിഡിൻ്റെ അത്രയും സോളിഡിൻ്റെ ഉൾഭാഗമാണ് എനിക്ക് കാണുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഹാച്ചിങ് ലൈൻസ് ഈക്വി ഡിസ്റ്റൻ്റ് ആയിട്ട് ഞാൻ അങ്ങനെ വരച്ചു വെക്കുന്നത്. ഇപ്പോൾ ഒരു ഈക്വി ഡിസ്റ്റൻ്റ് അല്ല, അപ്പോൾ ഈക്വി ഡിസ്റ്റൻ്റ് ആയിട്ട് ഞാൻ ഹാച്ചിങ് ലൈൻസ് വരച്ചു വെക്കും. സെക്ഷണൽ ടോപ്പ് വ്യൂ ആയി, ഫ്രണ്ട് വ്യൂ ആയി. പിന്നെന്താ പറയുന്നത്? ഡ്രോ ദി ട്രൂ ഷേപ്പ് ഓഫ് ദി സെക്ഷൻ. ഇനിയും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ട്രൂ ഷേപ്പ് വരയ്ക്കാനുള്ള പ്രൊസീജിയർ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യം തന്നെയാണ്. കട്ടിംഗ് പോയിന്റ്സ് കൂടെ പെർപെൻഡിക്കുലർ ലൈൻസുകൾ വരയ്ക്കുക. കട്ടിംഗ് പോയിന്റ്സ് കൂടെ പെർപെൻഡിക്കുലർ ലൈൻസ് വരയ്ക്കുക. എന്നിട്ട് XY ലൈനിൽ നിന്ന് അതിൻ്റെ ഡിസ്റ്റൻസ് എത്രയാണെന്ന് നോക്കിയിട്ട് ആ ഡിസ്റ്റൻസ് അനുസരിച്ചിട്ട് എന്ത് ചെയ്യുക? മുകളിലേക്ക് വരച്ചാൽ എനിക്ക് ട്രൂ ഷേപ്പ് കിട്ടും. വേറെ ഒരു ബുദ്ധിമുട്ടുമില്ല, എനിക്ക് ട്രൂ ഷേപ്പ് കിട്ടും. സിമ്പിൾ ആസ് ദാറ്റ്. And we are going for the last problem for today's crash. Draw the development of a right circular cone. ഒരു കോണിന്റെ ഡെവലപ്മെന്റ് വരക്കാനാണ്. അപ്പോൾ തീറ്റ ആംഗിൾ കാണണം. ദാറ്റ് ഈസ് 360 into R/L, where L is the slant height ആണ്, R is the radius. L slant height ആണ്. ഒരിക്കലും കോണിന്റെ ആക്സിസ് ആയിട്ട് നിങ്ങൾ പരിഗണിക്കരുത്. ഡയാമീറ്റർ, ബേസിലെ ഡയാമീറ്റർ തന്നിട്ടുണ്ട്. എത്രയാണ്? 60 മില്ലിമീറ്റർ ആണ്. ഹൈറ്റ് തന്നിട്ടുണ്ട്. എത്രയാണ്? 64 ആണ്. നോക്കി, 64 എന്നൊക്കെ പറയുമ്പോൾ അത് ആ നോക്കുന്ന ആളത് അളന്ന് നോക്കൂട്ടോ. അപ്പൊ 60, 65 എന്നൊക്കെ പറയുമ്പോൾ ഒരു റൗണ്ട് ഫിഗറാ. 62, 38 എന്നൊക്കെ പറഞ്ഞ ഒരു ഒന്നും അല്ലാത്ത ഒരു റൗണ്ട് ഫിഗർ അല്ലാത്താകുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് വരക്കണം. Resting on HP on its base means the cone is standing straightly. An insect moves. തുടങ്ങി, പരിപാടി തുടങ്ങി. An insect moves. അപ്പൊ നമുക്ക് ആദ്യം നമുക്ക് കോണിന്റെ സിമ്പിൾ പൊസിഷൻ ആദ്യം വരച്ചു വെക്കാം. എന്നാൽ പിന്നെ വേറെ ഇഷ്യൂ ഒന്നുമില്ലല്ലോ. കോണാകുമ്പോൾ നേരെ ഇങ്ങനെ ഒരു സർക്കിളാണ്, പിന്നെ ട്രയാങ്കുലർ ഷേപ്പ് നമുക്ക് തൽക്കാലം. ഇതാണ് അതിന്റെ ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ എന്ന് നമുക്ക് തൽക്കാലം കരുതാം. XY. ഓക്കെ, ലെറ്റ് ദിസ് ബി A. ഇതിന്റെ സെന്റർ O and this is B. അപ്പോൾ this is B dash, this is A dash and this is O dash. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി പറയുന്നത് ഒരു ഇൻസെക്ട് മൂവ് ചെയ്യുന്നു. എവിടുന്ന? ഫ്രം എ പോയിന്റ് ഓൺ ദി ബേസ് സർക്കിൾ. താഴെയുള്ള ബേസ് സർക്കിളിൽ നിന്ന് ഉറുമ്പ് നീങ്ങാൻ തുടങ്ങുന്നു. ആൻഡ് റിട്ടേൺസ് ത്രൂ ദി സെയിം പോയിന്റ് ആഫ്റ്റർ ട്രാവലിംഗ് ത്രൂ ദി ഷോർട്ടസ്റ്റ് പാത്ത് അലോങ് ദി കേർവ്ഡ് സർഫസ്. അതായത് ഒരു ഉറുമ്പാണോ അല്ല, ഒരു ഇൻസെക്റ്റ് ആണ്. ഒരു ഇൻസെക്റ്റ് താഴെയുള്ള ഒരു പോയിന്റിൽ നിന്ന്, നമുക്കിപ്പോൾ താഴെയുള്ള പോയിന്റ് ക്ലിയർ ആയിട്ട് കാണുന്നത് എയോ ബിയോ ആണ് അല്ലെ. അപ്പൊ നമുക്ക് എ സങ്കല്പിക്കാം. ആ എ എന്ന് പറയുന്ന പോയിന്റിൽ കൂടെ ഉറുമ്പ് ഇങ്ങനെ അതിന്റെ മുകളിൽ കൂടെ സർഫസ് കൂടെ, ഉറുമ്പല്ല ഒരു ഇൻസെക്റ്റ് അങ്ങനെ നടന്ന് പോയി, പിന്നെ ബാക്കിലൂടെ പോയി തിരിച്ച് അതേ പോയിന്റിലേക്ക് എത്തുന്നു. അല്ലെങ്കിൽ നടക്കൽ ചിലപ്പോൾ ഇങ്ങനെ ആവട്ടോ, എനിക്കറിയില്ല. ഇങ്ങനെ നടന്നിട്ട് പിന്നെ ബാക്കിൽ കൂടെ ഇങ്ങനെ നടന്ന് പോയി ഇങ്ങോട്ട് എത്തുന്നു. പ്രത്യേകത എന്താ വെച്ചാൽ, നടത്തത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാല് അങ്ങനെ നടന്ന് സർഫസ് കൂടെ നടന്നു പോകുമ്പോൾ അതിനെ അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഷോർട്ടസ്റ്റ് പാത്ത് കൂടെയാണ് നടന്നു പോകുന്നത്. ഓക്കെ, എന്നിട്ട് അവർ പറയുന്നത് എന്താ? മാർക്ക് ദ ഷോർട്ടസ്റ്റ് പാത്ത് ഇൻ ദ ഫ്രണ്ട് വ്യൂ ആൻഡ് ടോപ്പ് വ്യൂ ഓഫ് ദ കോൺ. ആ ഷോർട്ടസ്റ്റ് പാത്ത് കോണിന്റെ ഫ്രണ്ട് വ്യൂവിലും ടോപ്പ് വ്യൂവിലും കാണിക്കൂ എന്ന അർത്ഥത്തിലാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളോട്, ഷോർട്ടസ്റ്റ് പാത്ത് ആണോ ചോദിക്കുന്നത്, എന്ത് വരച്ചിരിക്കണം?
എന്ത് വരച്ചിരിക്കണം? ഡെവലപ്മെന്റ് വരച്ചിരിക്കണം. അപ്പൊ ഇവിടെ കോണിന്റെ ഷോർട്ടസ്റ്റ് പാത്ത് ആണെങ്കിൽ ഷോർട്ടസ്റ്റ് പാത്ത് ആണോ ഡെവലപ്മെന്റ് വരച്ചിരിക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ അറിയാം, ഇപ്പൊ ഇതാണ് ആക്സിസ് വരിക. ആക്സിസ് എത്രയാണെന്ന് പറഞ്ഞത്? ഹൈറ്റ് 64 ആണ്, പിന്നെ താഴെ ഉള്ളത് 60 ആണ്, വിച്ച് മീൻസ് ദിസ് ഈസ് 30. അപ്പോൾ എനിക്ക് അതിൻ്റെ സ്ലാൻഡ് എഡ്ജ് കിട്ടാൻ നിങ്ങൾ കറക്റ്റ് വരച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നേരെ അളവ് കിട്ടും, നിങ്ങൾക്ക് അതിൽ നിന്ന് അളന്നാൽ മതി. എൻ്റെ അടുത്ത് ഇപ്പോൾ ഞാൻ കറക്റ്റ് മെഷർമെൻ്റ് അല്ലാത്തത് കൊണ്ട് മാത്രം ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഞാൻ ട്രിഗ്നോമെട്രി യൂസ് ചെയ്യാണ്. സോ 30 സ്ക്വയർ പ്ലസ് പിന്നെ 64 സ്ക്വയർ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി, അതായത് ഈ ഡിസ്റ്റൻസ് എനിക്ക് അപ്രോക്സിമേറ്റ്ലി 70.7, അതായത് ഈ സ്ലാൻഡ് ഹൈറ്റ് 71 ആണെന്ന് കിട്ടി. അപ്പം ഞാൻ അതിൻ്റെ ഡെവലപ്മെൻറ്റ് വരക്കുമ്പോൾ 71 ആണല്ലോ അതിൻ്റെ മെഷർമെൻറ്റ്. OA വെച്ചിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. OA അത് ട്രൂ ലെങ്ത് ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 71. അതെടുത്ത് ഞാൻ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് എനിക്ക് എന്ത് വേണം? തീറ്റ കാണണം. തീറ്റ ഇസ് ഈക്വൽ ടു 360 ഇൻറ്റു R/L. ദാറ്റ് ഈസ് 360 ഇൻറ്റു റേഡിയസ് എന്ന് പറഞ്ഞാൽ 30 ആണ്, L എന്ന് പറയുമ്പോൾ 71 ആണ്. സോ 360 ഇൻറ്റു 30 divided by L, that is 71, which gives me approximately 152 degrees ആയിട്ട് കിട്ടി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? OAക്ക് ശേഷം പ്രൊട്രാക്ടർ വെച്ചിട്ട് 152 ഡിഗ്രീസിൽ ഞാൻ അടുത്ത OA കാണിക്കുന്നു. സപ്പോസ് സംവെയർ ഹിയർ ഇറ്റ് ഈസ് A. ഓക്കെ അല്ലേ? എന്നിട്ട് ഞാൻ കോമ്പസ് എടുത്തിട്ട് OAയുടെ ഡിസ്റ്റൻസിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു ആർക്ക് ഇങ്ങനെ വരക്കുന്നു. അപ്പോൾ എൻ്റെ കോണിൻ്റെ ഈ ആംഗിൾ, ദിസ് ആംഗിൾ ദാറ്റ് ഈസ് തീറ്റ, ദാറ്റ് ഈസ് ഈക്വൽ ടു 152 ഡിഗ്രീസ് കിട്ടി. അപ്പോൾ നമുക്കറിയാം ഇനി കോണിൻ്റെ മുകളിൽ കൂടെ ഉറുമ്പ് ഇൻസെക്റ്റ് നടന്നു പോകുന്നതാണ്. അപ്പോൾ ഞാൻ എപ്പോഴും എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, അങ്ങനെയാണെങ്കിൽ എനിക്ക് ആ ഡെവലപ്മെൻറ്റ് കാണിക്കണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഐ നീഡ് ടു ഡിവൈഡ് ദിസ് സർക്കിൾ ഇൻ ടു സം നമ്പർ ഓഫ് ഈക്വൽ പാർട്സ്. അപ്പോൾ ഞാൻ 8 ഈക്വൽ പാർട്സ് ആക്കിയിട്ട് ഞാൻ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ആ 8 ഈക്വൽ പാർട്സ് ഞാൻ ഇവിടെ കാണിക്കുകയാണ്. റഫായിട്ട് വരക്കട്ടെ ഞാൻ, നമുക്ക് ടൈമിൻ്റെ ഒരു കൺസ്ട്രെയിൻ ഉണ്ടായതുകൊണ്ട് ഞാൻ വേഗം തീർക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പേരിട്ടു. A ഇട്ട് കഴിഞ്ഞു, B ഇട്ട് കഴിഞ്ഞു, ഇത് CDEFGH. അപ്പോൾ A കഴിഞ്ഞാൽ CDEBF. ഇട്ടില്ലേ? 1 2 3 4 5 6 7. അത് 8 ആയിട്ടില്ല. നമുക്ക് ഇതിൽ കൂടെ അതേപോലെ ഇവിടെയും ഓക്കെ. ഇനി നമുക്ക് നെയിമിങ് പ്രോപ്പർ ആക്കിയിട്ട് ഒന്നും കൂടെ എഴുതാം. A കഴിഞ്ഞിട്ട് ഏതാണ്? C ഉണ്ട്, D ഉണ്ട്, E ഉണ്ട്, B ഉണ്ട്, F ഉണ്ട്, G ഉണ്ട്, H ഉണ്ട്, അത് കഴിഞ്ഞിട്ട് A. ഓക്കെ അല്ലേ? ഞാനെല്ലാം കാണിച്ചിട്ടുണ്ട്. ഇനി ഉറുമ്പ് നടന്നു പോവാണ്. ഉറുമ്പ് എവിടുന്നാണ് നടക്കുന്നത്? ഞാൻ പറഞ്ഞു ഉറുമ്പ് നടന്നു പോകുന്നത് ഏന്ന് തുടങ്ങി ഇങ്ങനെ ഒഴുക്കോട് പോയി പിന്നെ ബാക്ക് കൂടെ പോയി Aക്ക് എത്തുന്നു. അതായത് ഇറ്റ് ഈസ് സ്റ്റാർട്ടിങ് ഫ്രം A ആൻഡ് എൻഡിങ് അറ്റ് A. അപ്പൊ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എവിടെയാണ് കാണിക്കുക? ഡെവലപ്മെന്റിലാണ് കാണിക്കുക. എവിടുന്നാണ് ഉറുമ്പ് നടന്നു തുടങ്ങുന്നത്? Aയിൽ നിന്നാണ് ഉറുമ്പ് നടന്നു തുടങ്ങുന്നത് അല്ലേ? Aയിൽ നിന്നാണ് ഉറുമ്പ് നടന്നു തുടങ്ങുന്നത്. ആ ഉറുമ്പ് തിരിച്ചെത്തേണ്ടത് ഈ പോയിന്റ് Aയിലേക്കാണ്. അതിലൂടെ ഷോർട്ടസ്റ്റ് പാത്ത്, 2 പോയിന്റ്സിന്റെ ഇടയിലുള്ള ഷോർട്ടസ്റ്റ് പാത്ത് ഏതാണ് മക്കളെ? ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. ആ സ്ട്രെയിറ്റ് ലൈൻ ഞാൻ വരക്കുക. ഇതാണ് ഉറുമ്പ് നടന്നു പോകുന്ന വഴി. ആ സ്ട്രെയിറ്റ് ലൈൻ ആണ് ഉറുമ്പ് നടന്നു പോകുന്ന വഴി. അപ്പൊ അങ്ങനെ ഉറുമ്പ് നടന്നു പോകുമ്പോൾ സിയിലെത്തുന്ന പോയിന്റ് ഏതാ? ഇതാണ്. ഡിയിലെത്തുന്ന പോയിന്റ് ഏതാ? ഇതാണ്. ഇയിലെ പോയിന്റ് ഇതാണ്, ബിയിലെ പോയിന്റ് ഇതാണ്, എഫിലെ ഇതാണ്, ജിയിലെ ഇതാണ്, എച്ചിലെ ഇതാണ്, എയിലെ അത് തന്നെയാണ്. ആ പോയിന്റുകൾക്കൊക്കെ ഞാൻ പേരിടാം. ഇപ്പോൾ സപ്പോസ് ദിസ് ഇസ് പോയിന്റ് 1, ഇത് 2, ഇത് 3, ഇത് 4, ഇത് 5, 6, 7, 8,
ഇത് തിരിച്ച് എക്ക് തന്നെയാണ്. അപ്പോൾ ദാറ്റ് ഈസ് പോയിന്റ് 1 ഇറ്റ് സെൽഫ്. ഈ പോയിന്റുകൾ ഞാൻ എന്ത് ചെയ്യണം, എൻ്റെ ഫ്രണ്ട് വ്യൂവിലേക്ക് ഞാൻ ട്രേസ് ചെയ്തിട്ട് കൊണ്ടുവരണം. അപ്പോൾ ആദ്യം ഇവിടെ ജനറേറ്റേഴ്സുകൾ ആദ്യം ഇവിടെ ഒന്ന് പ്രോപ്പറായിട്ട് ഇവിടെ കാണിച്ചു വെക്കുക. ദെൻ ഇറ്റ് വിൽ ബി ഈസിയർ. ഇവിടെയും ജനറേറ്റർ ഉണ്ട്, ഇവിടെയും ജനറേറ്റർ ഉണ്ട്, പിന്നെ ഈ സെൻറ്റർ കൂടെയും ഒരു ജനറേറ്റർ ഉണ്ട്. ഓക്കെ, ഇനി ആ ജനറേറ്റേഴ്സിലേക്ക് ഞാൻ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഒറിജിനൽ ഡിസ്റ്റൻസ് കാണിക്കുക. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഏറ്റവും ലെഫ്റ്റിൽ എക്സ്ട്രീം ഒ എ ആണ്. ആ ഒ എയിലുള്ള ഡിസ്റ്റൻസ് എന്താ, ഇവിടെയാണ്, ഏറ്റവും താഴെയാണ് അല്ലേ. ഇതാണ് ഒ എ, ഇതാണ് താഴെ ഒ എ. അപ്പൊ ഇത് തന്നെയാണ് ഫസ്റ്റ് പോയിന്റ്. അതേതാ ഫസ്റ്റ് പോയിന്റ്? ഇതാണ് എൻ്റെ പോയിന്റ് 1. അതാണ് എൻ്റെ പോയിന്റ് 1. ഓക്കെ, ഇനി ബി, എൻ്റെ എക്സ്ട്രീംലി ഒ ബി, ഇതെനിക്ക് ട്രൂ ലെങ്ത് ആണ് ഒ ബി. കാരണം എന്താ, ഒ ബി പാരലൽ ടു എക്സ് വൈ ലൈൻ ആണ്. അപ്പൊ ഇതിലുള്ള ഒ ബിയിലുള്ള ഈ 5ന്റെ ഡിസ്റ്റൻസ് ഞാൻ നോക്കുക. ഒയിൽ നിന്ന് 5ലേക്കുള്ള ഡിസ്റ്റൻസ് നോക്കുക. ആ ഡിസ്റ്റൻസ് ഞാൻ ഒയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് അളന്ന് വെക്കുക. അപ്പൊ എനിക്ക് എന്ത് ചെയ്യും, എനിക്ക് ഇവിടെ എവിടെയോ പോയിന്റ് 5 കിട്ടി. ഓക്കെ അല്ലേ. ഇനി അടുത്തത് സേ എനിക്ക് ഒ സി ആണല്ലോ. ഒ സിയിൽ എനിക്ക് 2 പറഞ്ഞ പോയിന്റ് ഇവിടെ കിട്ടി. ഇത് ഒറിജിനൽ ഒ സി ലെങ്തിലാണ് ഈ പോയിന്റ് 2. പക്ഷെ എൻ്റെ ഒ സിയുടെ ഒറിജിനൽ ലെങ്ത് ആണോ ഇത്? അല്ല. കാരണം ഒ സി ഇങ്ങനെ ചെരിഞ്ഞാൽ നിൽക്കണം. ഇറ്റ് ഈസ് നോട്ട് പാരലൽ ടു എക്സ് വൈ ലൈൻ. അപ്പൊ അത് ഒ സിയുടെ ട്രൂ ലെങ്ത് അല്ല. അപ്പൊ ഞാൻ ഇതിനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഒ എന്റെ അതേ ലെങ്ത് തന്നെയാണ് ഒ സി വരിക അല്ലേ. അപ്പൊ ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒ എയിലോ ഒ ബിയിലോ എല്ലാ പോയിന്റ്സും കാണിക്കുക. എന്നിട്ട് അവിടുന്ന് ഇങ്ങോട്ട് റീട്രേസ് ചെയ്താൽ മതി. കാരണം ഒ എ എന്താണ്, ട്രൂ ലെങ്ത് ആണ്. ഒ ബി എന്താണ്, അതും ട്രൂ ലെങ്ത് ആണ്. ഇതൊക്കെ ഒ സിക്കോ ഒ ഡിനോ ഒ ഇക്കോ ഒ എഫിനോ ഒ ജി ഒക്കത്തിന് തുല്യമായിരിക്കും. ഓക്കെ അല്ലേ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഒ സിയിലെ പോയിന്റ് കിട്ടാൻ ഒ സിനെ ഞാൻ റൊട്ടേറ്റ് ചെയ്താൽ ഇത് ഒ സി തന്നെ ആയിരിക്കും. അത് തന്നെയാണ് ഒ എ. ദർ ഇസ് നോ ഡിഫറൻസ്. അപ്പൊ ഈ ഡിസ്റ്റൻസ് എത്രയാണെന്ന് അളന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാല്, ഞാൻ അത് 2 എന്ന് പറഞ്ഞിട്ട് എവിടെയാണോ അതിന്റെ മെഷർമെന്റ് വന്നത് വെച്ചാൽ അവിടെ 2 മാർക്ക് ചെയ്യുന്നു. ട്രൂ ലെങ്ത്തിൽ 2 മാർക്ക് ചെയ്തതിനു ശേഷം എന്നിട്ട് ഞാൻ തിരിച്ച് ഇങ്ങോട്ടേക്ക് ഒ സിന്റെ ലൈനിലേക്ക് പാരലൽ ടു എക്സ് വൈ ലൈൻ ഞാൻ കൊണ്ടുവരുന്നു. എനിക്ക് ഒ സിയിൽ ആ പോയിന്റ് കിട്ടി. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് ഒ സിയിൽ എനിക്ക് അവിടെ കിട്ടി 2. ഓക്കെ, ഇനി അതേ ലൈൻ തന്നെയല്ലേ ഒ എച്ച് വരുന്നത്? ഒ എച്ച് അതേ ലൈൻ തന്നെയല്ലേ? ഒ എച്ച് ഇതാണ്. അപ്പൊ ഇതിൽ ഒ 8 എത്രയാണെന്ന് നോക്കുക. ആ ഒ 8 നിങ്ങൾ ട്രൂ ലെങ്ത്തിൽ മാർക്ക് ചെയ്യുക. സെയിം ഡിസ്റ്റൻസ് തന്നെ ആയിരിക്കും. അത് തിരിച്ചു വന്നാൽ ഇത് തന്നെയാണ് പോയിന്റ് 2ഉം 8ഉം ആയിട്ട് എനിക്ക് വരിക. ക്ലിയർ ആവുന്നുണ്ടോ? തിരിച്ച് അടുത്തത് ഇതേപോലെ നോക്കിയേ, ഇതാണ് അടുത്ത സ്ലാൻഡേർഡ്സ്. ഒ എഫും ഒ ഇയും. ഒ ഇയിലെ പോയിന്റ് 4 ആണ്. ഒ എഫിലെ പോയിന്റ് 6 ആണ്. അപ്പൊ ഞാൻ ഒ മുതൽ 4 വരെയുള്ള ഡിസ്റ്റൻസ് ഞാൻ തൽക്കാലം ഈ ട്രൂ ലെങ്ത്തിൽ കാണിച്ചു എന്ന് വിചാരിച്ചോ. എന്നിട്ട് അത് ഞാൻ തിരിച്ച് റീട്രേസ് ചെയ്യുമ്പോൾ എനിക്ക് ഇവിടെ എവിടെയോ 4 കിട്ടും. ഓക്കെ, ഇതേപോലെ O6 അളക്കുക. O6ഉം സെയിം ഡിസ്റ്റൻസ് തന്നെ ആയിരിക്കും ഒ എഫില്. അത് നിൽക്കുമ്പോഴും 6 തന്നെയാണ്. അപ്പൊ ഇതും പോയിന്റ് തന്നെ ആയിരിക്കും 6ഉം 4ഉം വരിക. അപ്പൊ എനിക്ക് അടുത്തൊരു പോയിന്റ് ഇവിടെ എങ്ങനെ കിട്ടും. ക്ലിയർ? ഇനി ഒ എഫിലും ഒ ഇയിലും അല്ലെ, ഒ എഫിൽ 6 ഒ ഇയിൽ 4. ഓക്കെ, അപ്പൊ അത് 6ഉം 4ഉം ആയി. ഇനി ഏതാ എനിക്ക് പോയിന്റ് ഉള്ളത്? ഒ ഡി ഉണ്ട്, ഒ ജി ഉണ്ട്. ഇതന്നെയല്ലേ ഒ ഡിയും ജിയുടെയും പോയിന്റ് അല്ലേ. അപ്പൊ ഞാൻ ഇവിടെ നെയിം ചെയ്താത്തതിന്റെ ബുദ്ധിമുട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവും, അറിയില്ല. നിങ്ങൾക്കിപ്പോൾ അറിയേണ്ടതാണ്. നിങ്ങൾക്ക് ഇനി ഞാനത് എഴുതേണ്ട ആവശ്യമില്ല. എന്നാലും ഈ ലൈൻ പറഞ്ഞാൽ സി ഡാഷ് എച്ച് ഡാഷ് ആണ്. ഈ ലൈന് റെപ്രസെന്റ് ചെയ്യുന്നത് ഇ ഡാഷ് എഫ് ഡാഷിനെയാണ്. ഈ ലൈന് റെപ്രസെന്റ് ചെയ്യുന്നത് ഡി ഡാഷ് ജി ഡാഷിനെയാണ്. അപ്പൊ ഡി ജിയിലൂടെയുള്ള ലൈനിലുള്ള പോയിന്റ് കാണും. ഏതാ? ഡി 3 കാണണം. 3ഉം 7ഉം അല്ലെ, 3ഉം 7ഉം ആണ് കാണുന്നത്. ഈ ഡിസ്റ്റൻസ് അളക്കുക, അതേപോലെ ഈ ഡിസ്റ്റൻസും അളക്കുക. രണ്ടും ഏതാണ്ട് സെയിം തന്നെയായിരിക്കും. അത് ഡിയിലും ജിയിലുമാണ് വരുന്നത്. അപ്പൊ ഡിയിലും ജിയിലും എന്ന് പറഞ്ഞാൽ 3ഉം 7ഉം നമ്മൾ അളന്നു കഴിഞ്ഞാൽ ഇവിടെ ഏതാണ്ട് കിട്ടും. അവിടെ നമ്മൾ നേരെ അല്ല, കുറച്ചും ഇങ്ങോട്ട് താഴെ, അത് നമ്മൾ റീട്രേസ് ചെയ്താൽ നമുക്ക് ഇവിടെ എവിടെയോ ആ പോയിന്റ് കിട്ടും. അപ്പൊ എനിക്ക് ആ പോയിന്റ് ഞാൻ തൽക്കാലം ഇവിടെ കയറി മാർക്ക് ചെയ്യാണ്. ഓക്കെ, ഞാൻ ഇവിടെ എവിടെയോ ആണ് ആ പോയിന്റ് എന്നുള്ള അർത്ഥത്തിൽ. അപ്പൊ നോക്കിയേ, ഉറുമ്പ് നടന്നു പോകുന്ന വഴി ഏതാ? 1ൽ നിന്ന് 2ൽ കൂടെ ഇങ്ങനെ പോയി 2ന്ന് 3 കൂടെ പോയി ഇങ്ങനെ ഉറുമ്പ് നടന്നു പോകുന്നു. പിന്നെ ബാക്കിലൂടെ റീട്രേസ് ചെയ്യുക. ഇതേ വഴിയാണ്. ഇങ്ങനെ കർവ് ഉണ്ടാവും കേട്ടോ. ഇത് കുറച്ചും കൂടെ മുകളിലായിരിക്കും. ഇങ്ങനെ ഒരു കർവായിട്ടായിരിക്കും കിട്ടുക. കാരണം ഉറുമ്പ് നടന്നു പോകുന്ന വഴിയാണ് ആ കാണിച്ചിട്ടുള്ളത്.
ഞാൻ ഏതെങ്കിലും ഡാർക്ക് കളർ കൊണ്ട് കാണിക്കാം. ഉറുമ്പ് നടന്നു പോകുന്ന വഴി കാണിച്ചു. എന്നിട്ട് ബാക്കിലൂടെ 5 അങ്ങനെ കാണിച്ചു. ഇനി അതിന്റെ ഉറുമ്പ് നടന്നു പോകുന്ന വഴി ഫ്രണ്ട് വ്യൂവിൽ ഞാൻ കാണിച്ചു. ഇനി ടോപ്പ് വ്യൂവിൽ കാണിക്കണ്ടേ? ടോപ്പ് വ്യൂവിൽ കാണിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടില്ല. കാരണം എന്താ, 1ന്റെ പോയിന്റ് ഇതാണ്. അപ്പൊ അതിന്റെ കറസ്പോണ്ടിങ് ടോപ്പ് വ്യൂ എവിടെ വരിക? ഇവിടെ തന്നെ വരിക 1. 2ന്റെ പോയിന്റ് ഇവിടെയാണ്. 2ഉം അതേപോലെ 8ഉം ഇതാണ് പോയിന്റ്. ആണെന്നല്ലോ, 2ഉം 8ഉം ഇതാണ് പോയിന്റ്. അത് ഒന്ന് OCയിലും ഒന്ന് OHയിലുമാണ്. അപ്പൊ ഇതിന്റെ നേരെ താഴെ കൊണ്ടുവന്നാൽ ഇവിടെ എവിടെയോ 2ഉം കിട്ടും, ഇവിടെ എവിടെയോ 8ഉം കിട്ടും. അതേപോലെ ഇനി ഇവിടെ ഇവിടെ ഉറുമ്പിന്റെ പോയിന്റ് ഉണ്ട്. അത് നേരെ താഴേക്ക് കൊണ്ടുവന്നാല് ഇങ്ങനെ കൊണ്ടുവന്നാൽ ഇവിടെ ഇയിലും കിട്ടും, Fയിലും കിട്ടും. ഓക്കെ, 5 എന്ന് പറയുന്നത് OBയിലാണ്. OBയിലേക്ക് ഇത് കൊണ്ടുവരാം. ഇതാണ് 5ൽ കിട്ടുന്ന പോയിന്റ്. പിന്നെ ഈ പോയിന്റ് നമുക്ക് നേരെ എടുത്താല് ഇങ്ങനെയാണ് വരിക, നമുക്കറിയില്ല. അപ്പൊ ഇത് എന്ത് ചെയ്യണം? ഇതിനെ ട്രൂ ലെങ്തിലേക്ക് കൊണ്ടുവരണം. അപ്പൊ ഇവിടെ കിട്ടും. ഇവിടുന്ന് നേരെ താഴേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണം. ഇപ്പൊ ഇവിടുന്ന് ഇങ്ങനെ കൊണ്ടുവന്നു, ഇവിടുന്ന് നേരെ താഴേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യിക്കുക. ഇവിടുന്ന് ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്യിച്ചാൽ എനിക്ക് എന്ത് കിട്ടും? 2 പോയിന്റ് ഇവിടെയും കിട്ടും. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ പോണത്. അപ്പൊ ഉറുമ്പിന്റെ നടത്തം ടോപ്പ് വ്യൂ നോക്കിയാൽ ഇത് കോണായതുകൊണ്ട് നിങ്ങൾ സ്മൂത്ത് കർവായിട്ട് നിങ്ങൾ ഇങ്ങനെ വരക്കണം. ഉറുമ്പിന്റെ നടത്തം ഈ കാണിച്ചതാണ്. ഉറുമ്പ് ഇങ്ങനെ ആരോ മാർക്ക് ഇടണ്ട, ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി. ഉറുമ്പ് മുകളിൽ നിന്ന് നോക്കിയാതെ ഈ കാണുന്ന പൊസിഷനിൽ അങ്ങനെ ഉറുമ്പ് നടന്നു പോവാണ്. അതായത് ഇവിടെ ഇപ്പോൾ ഒരു സെക്ഷൻ ലൈൻ ആണെങ്കിൽ ആ സെക്ഷണൽ പോയിന്റ്സ് ഞാൻ കാണിക്കൂലേ, ആ മെത്തേഡിൽ ഇവിടെ കാണിച്ചു എന്നേ ഉള്ളൂ. ഉറുമ്പ് നടന്നു പോകുന്നു എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. സെക്ഷന് പകരം, സെക്ഷന്റെ ലൈനിന് പകരം ഇങ്ങനെ ഉറുമ്പ് നടന്നു പോണ വഴിനെ കുറിച്ചിട്ട് ഇങ്ങനെ പറയാണ്. അത്ര മാത്രമേ ഇതിൽ വ്യത്യാസമുള്ളൂ. അപ്പോൾ എന്ത് ചെയ്തു? ഉറുമ്പ് നടന്നു പോണ വഴി ഫ്രണ്ട് വ്യൂവിലും കാണിച്ചു, ടോപ്പ് വ്യൂവിലും കാണിച്ചു, ഡെവലപ്മെന്റിലും ഞാൻ എന്ത് ചെയ്തു? കാണിച്ചു കഴിഞ്ഞു. ക്ലിയർ?